ഗൈസ് ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ ഇമ്മൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്ത് കേട്ടോ, കണ്ടോളെ. ഓടിപ്പോയത് ആരാ അറിയോ? നല്ലോണം നോക്കിയ കാണാ. ഏകദേശം 3-4 മാസമായി, അതിൽ കൂടുതൽ നമ്മളെ ലാസ്റ്റിനെ കാണാണ്ട് ഒളിച്ചോടി പോയതായിരുന്നല്ലോ കൊള്ളത്തി. കണ്ടില്ല അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ബാക്ക് കണ്ടാറ്, അതിന്റെ വാല് കണ്ടാറ് നമ്മളുടെ ലാസ്റ്റ് തന്നെയാണ്. കാരണം ബാക്കിയൊക്കെ നീളൊക്കെ വെച്ചിട്ട് കുറച്ച് നീളൊക്കെ വെച്ച് പിന്നെ ഇമ്മ പറഞ്ഞത് ആദ്യം ഇമ്മ അതിനെ പുറത്ത് കണ്ടപ്പം എന്താ പറയാ, അത് വെള്ളം കിട്ടാണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പം പൈപ്പിന്റെ അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചെന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ, ഇമ്മ ലാസ്റ്റ് വിളിച്ചപ്പോ അത് ഓടി. അപ്പം ഇമ്മ അതിന്റെ ബാക്കിൽ കൂടെ ഓടിയിട്ട് വീട്ടിന്റെ ബാക്കിൽ നിന്നാണ് മറ്റേ ഇപ്പോഴത്തെ ഷൂട്ടൊക്കെ എടുത്ത് കേസ് ഇപ്പോഴത്തെ ജീവനോട്ട്. ഞാൻ വിചാരിച്ച് പാഷൻ ഗേറ്റ് അത് ചത്തു പോയിട്ടുണ്ടാവുന്നതാണ് വിചാരിച്ചിട്ട്, കാരണം പുറത്ത് സർവൈവ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഈ കുരുട്ട് ഗൈസ്, ഓ മൈ ഗാഡ്, ഞാൻ ഡ്യൂട്ടിക്ക് കോളേജിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് കുഞ്ഞിനൊന്ന് വിളിച്ചു നോക്കാം. കുഞ്ഞു ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടല്ലോ. കുഞ്ഞു, ഹലോ, വാട്സാപ്പ്. എല്ലാം നിങ്ങളെ ലാസിനെ കണ്ട നീ? എന്റെ മോൾ അതിപ്പോഴും ജീവനോടുണ്ട് കുഞ്ഞോ. സീനില്ലേ അതിന്റെ വാലല്ലേ? ഞാൻ കണ്ട് അതന്നെ, ലാസി തന്നെയാണ് സാധനം. ആടി സീൻ ഞാൻ കണ്ടിട്ട് എന്തോ പോയി. ഇമ്മ ലാസിനെ വിളിച്ചപ്പോ അത് ഓടി. ക്ലാസ് കാണിച്ച എന്താ പ്രാക്ടീസ് ചെയ്യുന്നേ? ഒരു ഡാൻസ് കളിച്ച് കാണിച്ചോ. ഇന്ന് സാറ്റർഡേ ആണ്, പക്ഷെ ഡ്യൂട്ടിക്ക് അവളുടെ ഡാൻസ്, അവൾ ഈ വർഷം എന്തൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കോളേജിൽ. സോ അതിന്റെ പ്രാക്ടീസിന് പോയതൊക്കെ. സോ ഇന്ന് ഞാനും മമ്മി ഒറ്റയ്ക്ക് ഉള്ളൂ. സെയിം ടൈം ഇതാക്കണ. ഞാൻ ഇന്ന് രാവിലെ തന്നെ പുതിയ റീല് ഇൻസ്റ്റഗ്രാമിൽ അപ്പാക്കി ഗൈസ്. കുറെ പേര് പറഞ്ഞു നമ്മളെ ഈ സിറ്റി ഇല്ലേ, നമ്മളൊരു മിനിയേച്ചർ സിറ്റി ഉണ്ടാക്കിയിരുന്നു. സോ ഇത് എയറോപ്ലെയിൻ നിർത്തുന്ന, ഐ മീൻ ഇത് ഗാരാജ്, അതുപോലെ തന്നെ ഇത് എയറോപ്ലെയിന്റെ സ്ഥലം, പിന്നെ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. സോ സിറ്റിന്റെ പാർട്ട് 3 വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ. സോ നമ്മളുടെ പ്രൊഡക്റ്റ് ഇതാണ്, ഇന്ന് വന്നതാണ്. ഇതെന്ത് തേങ്ങയാണ് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് സ്പെഷ്യൽ സാധനം. ഗെയിം കളിക്കുമ്പോൾ നമ്മളുടെ ഫോൺ ഹീറ്റ് ആവാണ്ടിരിക്കാനുള്ള ഒരു കിടക്കാച്ച് പ്രൊഡക്റ്റ് ആട്ടോ. സോ ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് ഒന്ന് പെട്ടെന്ന് അയച്ചത്. ഇതിന് ഏകദേശം 1500 രൂപ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതിനിപ്പോ ഞാനല്ലേ ആമസോൺ ഞാൻ ആമസോൺ ഗാഡ്ജറ്റ്സിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മ കഴിയും. സോ ഞാൻ അതിനു വേണ്ടി 1-2 സാധനം കൂടി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏതായാലും അതുകൂടി കാണിച്ചു തരാം. ഞാൻ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരുമാതിരി കിളി പോയി നിൽക്കായിരുന്നു. സോ അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്നൊരു മാഗ്നറ്റ് പോലത്തെ ഒരു സാധനം എന്തൊക്കെയോ തൊഴിഞ്ഞു വീഴുന്നുണ്ട്. സോ ഞാൻ ആദ്യം തന്നെ ഇതാണ്. പൊളിയിലെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് സാധനം ഗൈസ്. എനിക്കൊന്ന് ഇത് ലൈറ്റും കൂടി കത്തും. അപ്പൊ നല്ല അടിപൊളിയായിരിക്കും സാധനം കാണാന്. അപ്പൊ ഇതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ. ഇത് ഇങ്ങനെ Look at that! Oh my god! ഇത് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ചുമ്മാ ഐഫോണിന്റെ ബാക്കിൽ മാഗ്നറ്റ് ഉണ്ടല്ലോ. ഷിറ്റ് ബ്രോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ പെട്ടെന്ന് അങ്ങ് ഒട്ടിന്ന് കേസ്. അത് കൊള്ളട്ടോ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഒരു ബട്ടൺ അമർത്തി ചിലപ്പോൾ ഇത് ഓൺ ആവും, എനിക്ക് അറിയത്തില്ല. ഇല്ല കേസ്, ബാറ്ററി ഇല്ല കേട്ടോ, ബാറ്ററി ഇല്ല. സോ നമുക്ക് തൽക്കാലം ഒന്ന് ചാർജിലിട്ട്, അത് ചാർജ് ഇട്ട് വരുമ്പോഴത്തേനും വേറെ പ്രൊഡക്റ്റും കൂടി ഉണ്ട് അവിടെ. ഞാൻ അതുകൂടി ഞാൻ കാണിച്ചത്. ഏതായാലും ഇപ്പം ഇത് കണ്ടുപോയില്ല നിങ്ങൾ, വേറെ എടുക്കാൻ സാധനം കൂടി ഞാൻ അതുകൂടി അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇപ്പൊ മാഗ്നറ്റ് ബാക്കിൽ ഇല്ലാത്ത ഫോൺ, ഇതിപ്പോ ഐഫോൺ ആയതുകൊണ്ട് മാഗ്നറ്റിൽ ഇങ്ങനെ ഒട്ടും. ഓക്കെ, അപ്പൊ ഇത് ഇല്ലാത്ത ഫോണാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാക്കണം, ഈ സാധനം ഇതാക്കണം. ഇത് നിങ്ങളുടെ പൗച്ചിന്റെ ബാക്കിലിടുക. അതായത് ഈ പൗച്ച് ഊരിട്ട് ഈ സാധനം ഇതിന്റെ ബാക്കിലിടുക. ഒട്ടിക്കുന്ന സാധനമാണ്. അതിങ്ങനെ ഫോണിന്റെ ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏത് ഫോണായാലും നിങ്ങൾക്ക് ഈ സാധനം ഇതിന്റെ ബാക്കിൽ അങ്ങ് ഒട്ടും. സോ നമുക്കിപ്പോ തൽക്കാലം ഇത് ചാർജിലിടാം. പിന്നെ ഇവിടെ 2 സാധനം ഉണ്ട്. അത് എന്തിനാന്ന് എനിക്ക് അറിയില്ല. ചിലപ്പം ഇതുമായി കണക്ട് ചെയ്യാനുള്ള എന്തോന്നാണ് ഒബിയസ്ലി. സോ അത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇത് ചാർജിലിട്ട് കൊണ്ടുവരാം കേട്ടോ. കൊള്ളാം ഗൈസ്, അടിപൊളി സാധനം. നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യുന്ന പേര് മാഗ്നറ്റിക് മൊബൈൽ ഫോൺ ഫ്ലാറ്റ് റേഡിയേറ്റർ കൂളിംഗ്. വാട്ട് എ നെയിം ഗൈസ്. സോ സാധനമാണ്. അപ്പൊ നമ്മൾ രണ്ടാമത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി എന്താ പറയാ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ്. സോ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡസ്റ്റ്ബിൻ ആയി തോന്നും, ഒരു നോർമൽ ഡസ്റ്റ്ബിൻ. ബട്ട് ഇത് ഇസ് ഫ്യൂച്ചറിസ്റ്റിക് ടെക് ഇൻസൈഡ്. ഓക്കെ, ഒരു ടെക്നോളജി ഇതിന്റെ ഉള്ളിലുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, ഡ്യൂട്ടി വന്നിട്ട് പേടിച്ച്, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഡ്യൂട്ടി വന്നിട്ട് ഞാൻ ഇത് ചാർജിലിട്ട സമയത്ത് അവള് പേടിച്ചു സീരിയസ്ലി. സോ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് പേടിക്കും. ഇതൊരു സിനിമയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു ചെറിയ ഡെമോ. ക്ലോസറ്റിന്റെ ഒരു ഡെമോ ഉണ്ടായിരുന്നു. ഇത് ക്ലോസറ്റ് അല്ലല്ലോ. സോ
ഈ പെട്ടി പാക്കേജിങ് ഭയങ്കര ബോറാട്ടോ, ഒരുമാതിരി ലോക്കൽ പാക്കേജിങ്. ഇതിന്റെ പ്രൈസ് അറൗണ്ട് 1500 രൂപയാണ്. സോ 1500 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അത്ര റേറ്റ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ I don't know. സോ ഞാനിതാക്കണം ഇതിനുള്ളിൽ കാണിച്ചത് അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ്. ഈ സാധനം നമുക്ക് എടുക്കാൻ കഴിയും. എന്നിട്ട് നമ്മൾ കവർ ഇതിൽ വെക്കണം. നമ്മൾ വേസ്റ്റ് ഇടാനുള്ള കവർ വെച്ചതിന് ശേഷമാണ് ഈ റിങ് ആ കവറിന്റെ മുകളിൽ കൂടെ ഇട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ സാധനം ഇത് ചാർജ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. സോ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇടാം. സോ ഇതാണ് നിങ്ങളുടെ പുതിയ എന്താ പറയാ ഡസ്റ്റ്ബിൻ. ഓക്കെ, ഡസ്റ്റ്ബിൻ. അപ്പൊ നമ്മൾ ഈ ഡസ്റ്റ്ബിൻ തുറക്കാൻ നോക്കണം. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് തുറക്കണ്ട. അതുപോലെ തന്നെ ഇവിടെ ചവിട്ടാനുള്ള സാധനമല്ല. ചില സ്ഥലത്ത് ഇവിടെ ചവിട്ടാം. ഡസ്റ്റ്ബിൻ ഗൈസ് ഇപ്പം തന്നെ പൊട്ടിയോ ഇല്ല. ഓക്കെ, കണ്ടിന്യൂ, ടേക്ക് 2. ഓക്കെ, ഇവിടെ ചവിട്ടാനുള്ള സാധനങ്ങളൊന്നും. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ സിമ്പിൾ. ഇവിടെ ഒരു ബട്ടൺ കാണാം. ആദ്യം നിങ്ങൾ ഈ ബട്ടൺ ഒന്ന് അമർത്തി, നിങ്ങൾ ഇത് കാണുന്നില്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതാക്കണം, ഇത് ഫോക്കസ് ചെയ്തുതരാം. എന്നിട്ട് ആദ്യം നിങ്ങൾ ഈ ബട്ടൺ ഒന്ന് ഇങ്ങനെ കുറച്ചേരം അമർത്തി പിടിക്കുക. അപ്പം അത് ഓൺ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മെക്കാനിക്കിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം. ആൻഡ് മൊമെന്റ് ഓഫ് ദി ട്രൂത്ത്. ഓക്കെ, ഇതിപ്പോ ഒരു വേസ്റ്റ് ആണ് നിങ്ങൾ വിചാരിക്കുക. ഈ വേസ്റ്റ് ഇങ്ങനെ ഇടാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരിക. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ബേബി. അതിപ്പം ക്ലോസ് ചെയ്യും. അതൊരു കിട്ടിക്കാഴ്ച സാധനം കേസ്. ഞാനിപ്പോ എന്താ പറയാ, അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ വേസ്റ്റ് കിട്ടി. സോ നമ്മൾ വേസ്റ്റ് എന്റെ കൈ വിടണം, ഞാൻ ഒന്നും പിടിക്കണമെന്നില്ല. ഇടാക്കണം, ഇങ്ങനെ കൊണ്ടുപോണ്, വേസ്റ്റ് ഇടുന്ന്, ഹാൻഡ്സ് അപ്പ്. ഇപ്പൊ ഇതാവും. കമ്മ ചടപ്പിക്കില്ല. ഇതൊരു ഭയങ്കര ഒരു കൂൾ എന്താ പറയാ ഒരു ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്തായാലും. ഇനി ഞാൻ ഇതിന്റെ അടിയിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് വേണം ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം. ഞാൻ ഇതിന്റെ അടിയിലൊന്നും ചെയ്യുന്നില്ല. ഇതാക്കണം, ഇവിടെ കറക്റ്റുകൾ കാണുന്നില്ലേ? ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോ ഇനിയിപ്പോ എന്താ ഓക്കെ ഇതാക്കണം, ഇതിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാക്കണം, ഇതിങ്ങനെ കൊണ്ടുപോവുക, എടുത്ത് കൊണ്ടുപോവുക. അപ്പൊ അത് തുറക്കും. അതിലിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അടി. ഭയങ്കര സിമ്പിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ട്. അതുപോലെ തന്നെ ഇത് പല കളറുകളിൽ അവൈലബിൾ ആണ്. 1500 രൂപ കൊടുത്താൽ നമ്മുടെ വീട് മൊത്തത്തിലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയി മാറി നമുക്ക് തോന്നും. ഇപ്പൊ പുതിയൊരു ഗസ്റ്റോ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ അവര് എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും സാധനം കൊടുത്താൽ അത് അടുത്തേക്ക് പോകുമ്പോൾ അങ്ങ് തുറക്കും കഴിച്ചപ്പോൾ സോ കൂൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഈ ഫുഡ് വേസ്റ്റ് ഒന്നും ഇടാൻ വേണ്ടി ഇത് യൂസ് ചെയ്യരുത് പ്ലീസ്. നിങ്ങളെ വീട്ടിലുള്ള പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്താ പറയാ ചീറ്റോസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ അടിപൊളിയാ. എന്റെ ഫോണിന്റെ മുകളിലേക്കാണ് ഗൈസ് അത് വീണത്. ഓ ഷിറ്റ്. എനിവേ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാക്കണ ഈ സാധനമാണ്. ഇതിന്റെ പേരെന്താ? സെൽഫി റിംഗ് ലൈറ്റ്. യെസ്, ഇതാണ് നമ്മളുടെ സാധനം. കാണുന്നുണ്ടാ? ചെറുതായി കണ്ടാൽ മതി, കാരണം പ്രൊഡക്റ്റ് ഇവിടെയാണ്. ഇതാണ് നമ്മളുടെ സാധനം. നിങ്ങൾക്ക് സെൽഫി ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെൽഫീസും കാര്യങ്ങളും എടുക്കാൻ. സെൽഫീസും വീഡിയോസും ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സാധനം മസ്റ്റായിട്ട് വാങ്ങിയിരിക്കണം. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ്, ഐഫോണിന്റെ കാര്യം അറിയാലോ, ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ കിങ് ആണ്, ഇല്ലെങ്കിൽ ഒരുമാതിരി പൊട്ടങ്കളിയാണ്. സോ നമുക്കിത് ഫോണിൽ വെച്ച് നോക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതിങ്ങനെ വെക്കുക. കണ്ടില്ല? ആ ക്യാമറ കറക്റ്റ് നമുക്ക് കാണുന്ന രീതിയിലാണ് വെച്ചത്. കണ്ടില്ല? ഓ ഏ നല്ല കറക്റ്റ് ആക്കി വെച്ച് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുമ്പോൾ ഈ സാധനം ലൈറ്റ് ഓൺ ആവും. അപ്പം നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏതായാലും അൺലോക്ക് ആക്കിയിട്ട് നോക്കട്ടെ ക്യാമറ. ഈ സാധനം എങ്ങനെ ഓൺ ആക്കാം? അവിടെ ഒരു ബട്ടൺ ഇട്ട് ഓൺ ആക്കണ്ടേ. സോ ഇതിലും ചാർജ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതെന്താ ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫേസിൽ ഒരു പരിപാടി നടക്കത്തില്ല. നോ, നോട്ട് ലൈക്ക് ദിസ്. ഇനി വേറെ മോഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ മോഡ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഇതാണ് വേണ്ടത്. ഈ ലൈറ്റാണ് നമുക്ക് കണ്ടില്ല. ഈ ലൈറ്റ് ആകുമ്പോൾ ഫേസിലൊക്കെ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ സീനാണ്. കണ്ടില്ല? ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? ഇത് പൊളിക്കിട്ടോ. നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ ഒരു സാമ്പിൾ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക. അത് ഓൺ ആക്കിയിട്ടുള്ളതും ഓഫ് ആക്കിയിട്ടുള്ളതും കൊടുക്കുക. അപ്പോൾ 2 ഫോട്ടോ എടുത്ത് 2 സാമ്പിൾ ഞാൻ കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ഇതിന് റേറ്റ് ഏകദേശം 1500 സംതിങ് റുപ്യാണ് ഞാൻ റേറ്റും കൊടുക്കുക. ഗൈസ് ഐം സോറി, ഈ സാധനം ചാർജിലുണ്ട് ആവശ്യമില്ല. ഇത് ചാർജ് ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇല്ല, കാരണം കുറെ ഒരു കുത്തിയിട്ടിട്ട് ചാർജ് ഒന്നും കയറിയിട്ടില്ല. പൊട്ടനായിരുന്നു ഞാൻ. അപ്പോൾ ഇതിന്റെ സിമ്പിൾ പരിപാടി ഇതാക്കണം. ഇങ്ങനെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഇതാക്കണം. ഇതിലേക്ക് ഡയറക്റ്റ് പവർ കൊടുക്കണം. എന്നാൽ മാത്രമേ സാധനം ഓൺ ആവത്തുള്ളൂ. റെഡി 1 2 USB-C ആട്ടോ. അപ്പോൾ പവർ കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോണ്ടി ഇതെന്താണ് ചെയ്യുന്നതെന്ന്. ഇതിനുള്ളൊരു ഫാനാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ചൂടാവാണ്ടിരിക്കാനുള്ള. എൻ്റെ അമ്മേ, കറങ്ങ നോക്കിയാൽ നല്ല കിട്ടുക്കാച്ച് കളറിൽ ഈ സാധനം വർക്ക് ആവും കിട്ടും. നിങ്ങൾ
കറക്റ്റ് നോക്കിയാണ്. അടിപൊളി. ഇവിടുത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഒന്ന് ഫാന് ഓഫ് ആവും, അതുപോലെ തന്നെ ഒന്ന് ഫാന് ഓൺ ആവും. അങ്ങനത്തെ 2 മോഡിലാണുള്ളത്. നല്ല RGB കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ആട്ടോ. പിന്നെ ഇതാക്കണം ഇവിടെ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ സാധനം എന്താ വെച്ചാൽ ഇതിന്റെ ബാക്ക് വെള്ളം ഗൈസ്. ഇത് എന്തൊരു തണുപ്പാണ്, ഭയങ്കര തണുപ്പിന്റെ ബാക്കില്. അപ്പൊ ഫോണിന്റെ ബാക്ക് നിൽക്കുന്ന ഫോണ് എങ്ങനായാലും ചൂടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതിന്റെ ഉള്ളില് വെള്ളം വരെ ആവുന്നത്. നോക്കിയാ എന്തതില്ലേ, ഇതിന്റെ മുകളിൽ വെള്ളം ഒന്നും ആക്കില്ല, എന്താ സംഭവം എന്നറിയില്ല. അത്രക്കും തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ച മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ സാധനം. കറന്റ് ഇപ്പൊ ഇതാക്കണം ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് കിടക്കും. അപ്പൊ നമ്മൾ ഹെവി ഗെയിമിംഗ് ഒക്കെ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് ചൂടാവും എന്നുള്ള ഒരു പേടി വേണ്ട. ചൂടാവത്തില്ല, 100% ഷുവർ ആണ്. നിങ്ങളുടെ ഫോൺ ഒരിക്കലും ചൂടാവത്തില്ല, കാരണം അത്രക്കും തണുപ്പാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ ആണ് കാണിക്കാൻ തോന്നുന്നു കേട്ടോ. ടെമ്പറേച്ചർ ആണ്. ഇതിന്റെ അടിയിൽ ചെറിയൊരു മിനി ഡിസ്പ്ലേ കാണണ്ടല്ലേ, ഇതിന്റെ അടിയിൽ ചെറിയ മിനി ഡിസ്പ്ലേ ആണ്. സോ അവിടെ ടെമ്പറേച്ചറും കാര്യങ്ങളും കാണിക്കാൻ തോന്നുന്നു. ഒരു വയറുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് എന്നാലും ഇങ്ങനെ ഗെയിം കളിക്കുക. പക്ഷെ ആ ട്രിഗർ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എന്ത് സാധനത്തിനാണോ, കുഴപ്പമില്ല. ഇതാണ് സാധനം. കൊള്ളാല്ലേ, നല്ല നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, പറഞ്ഞ സൗണ്ട്. കുഴപ്പമില്ല, ഫോൺ ഇനി ചൂടാവത്തില്ല. അടിപൊളി സാധനം ഗൈസ്. പിന്നെ ഇത് കൂടാണ്ട് ഞാൻ വലിയൊരു 37x സൂം ലെൻസ് വാങ്ങിയിരുന്നു. അത് ഞാൻ ഫോണിൽ വെച്ചേക്കുമ്പോൾ കിട്ടിക്കാച്ച് ഗൈസ്, ഭയങ്കര ക്വാളിറ്റി, DSLR എടുക്കുന്ന പോലത്തെ ഒക്കെ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടി. പക്ഷെ എന്താ സംഭവിച്ചു, ഞാൻ റിട്ടേൺ ചെയ്തു പോയി. അതിന് സ്റ്റാൻഡ് ഇല്ല. സോ നമുക്ക് കയ്യിൽ വെച്ചിട്ട് എന്തായാലും കയ്യിൽ ഭയങ്കര ഷെയ്ക്ക് ആയിരിക്കും. സോ ഞാൻ ഒരു പ്രത്യേക സാഹചര്യം റിട്ടേൺ ചെയ്തിട്ട് ഇന്നലെ ഞാൻ കൊടുത്തുപോയി. അതിന്റെ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എത്താൻ ടൈം എടുക്കും. പിന്നെയും കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഗൈസ്.